ഫ്ലെക്സ് ഉണ്ടോ? അച്ഛാ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. അലക്സ് ആണോ? അതെ അച്ഛാ. എന്നാ വിശേഷമൊക്കെ? കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു അച്ഛാ. അവിടെ എന്തുണ്ട്? റെക്കോർഡിംഗ് ആണെന്ന് തോന്നുന്നു. റെക്കോർഡിംഗ് വേണമെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടേ നമുക്ക് പിന്നെ കഴിയുന്നുണ്ടെങ്കിൽ ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവ തേജസ്സിലേക്ക് എന്നുള്ള ബുക്ക് ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ ബുക്കാണ്. അത് അതിൻ്റെ ആദ്യത്തെ കണ്ടൻസ് നമുക്കൊന്ന് നോക്കാം. ഉള്ളടക്കങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന 4 യൂണിറ്റുകളിലായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന്, ദൈ കിങ്ഡം കം, നിന്റെ രാജ്യം വരണമേ. ടു ദ കിങ്ഡം ഓഫ് ഗോഡ്, ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, ദൈവ തേജസ്സിലേക്ക് എന്നുള്ളതാണ്. അപ്പം ഈ പുസ്തകം പഠിക്കുന്നതിന് മുമ്പേ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ദൈവരാജ്യത്തെ തന്നെയാണ്. ദ ഗ്ലോറി മീൻസ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളത്. ഇത് നിങ്ങൾ എപ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നുള്ളത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ പുസ്തകം പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കും. കിങ്ഡം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ ഈ ഫിസിക്കൽ റലം, ഇൻവിസിബിൾ, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, ഈ 2 തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ കിങ്ഡം, ഗ്ലോറി ഈ വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ദൈവരാജ്യം, ദൈവതേജസ്, രഹസ്യം, മിസ്റ്ററി എന്നൊക്കെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ ഈ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് ഓർത്തിരിക്കണം. നോട്ട് ഓൺലി ബൗണ്ടഡ് ടു ദി ഫിസിക്കൽ വേൾഡ് ബട്ട് ടു ദി ഇറ്റേണൽ ഓർ ഇൻവിസിബിൾ വേൾഡ് അസ് വെൽ എന്നുള്ളതും കൂടി ഓർത്തിരുന്നതാണ്. എന്നിട്ട് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ചർച്ച്, ദാറ്റ് ഈസ് ഹിസ് ബോഡി. സഭ എന്നുള്ളത് അവന്റെ ശരീരമാകുന്ന സഭ. ക്രൈസ്റ്റ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്, ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യം. പിന്നീട് ഇൻ മൈ മെമ്മറി, എൻ്റെ ഓർമ്മയ്ക്കായി പ്രകാരം ചെയ്യുവേ, അത് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ളത്. ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സംബന്ധത്തിലേക്ക് എന്താണ് നമ്മൾ ആ ഫെലോഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം ഈ സാക്രമെന്റ്സും സഭയുടെ ആരാധനാ ജീവിതവും ഭക്തി ജീവിതവും വിശ്വാസ ജീവിതവും എല്ലാം കൂടി ചേർത്തുള്ളതാണ്. അപ്പോൾ ഈ ബുക്കിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ദൈവരാജ്യം എന്താണെന്നും ദൈവ തേജസ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കി തരിക. അടിസ്ഥാനപരമായ കുറച്ച് നോളജ്, പല 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 ആശയങ്ങൾ പറഞ്ഞ്, പക്ഷെ അതിനെ ബന്ധിപ്പിക്കുന്ന ഈ നൂല് എന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യവും ദൈവ തേജസ്സുമാണ്. അപ്പോൾ അത് സഭയിലൂടെ, നമ്മുടെ ഫിസിക്കൽ വേൾഡിലൂടെ, ഇൻവിസിബിൾ വേൾഡിലൂടെ, സാക്രമെന്റ്സിലൂടെ, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലിനെ അടിസ്ഥാനമാക്കി പുതിയ നിയമത്തിൽ നിന്ന് ഉള്ള പഠനമാണ് ഈ ബുക്കിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സംബന്ധത്തിലേക്ക് എന്ന് പറയുക. 5-ാമത്തെ, ഇൻ ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. 6th ചാപ്റ്ററിലെ സർവീസ് ആൻഡ് ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ളതാണ്. ശുശ്രൂഷയും ശിഷ്യത്വവും എന്തൊക്കെയാണ്, നമ്മൾ ശുശ്രൂഷക്കാരായി വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കും ഡിസൈപ്പിൾസ് ആയിട്ട് ശിഷ്യത്വത്തിലേക്ക് വരുന്നവർക്കുമുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നിങ്ങനെയാണ് ആദ്യത്തെ യൂണിറ്റ്. പിന്നെ 2ാമത്തെ യൂണിറ്റിൽ നിന്റെ തേജസ്സിനെ കാണിക്കണമേ. 3ാമത്തേത് വിശ്വസിച്ചാൽ നീ ദൈവ തേജസ് കാണും. 4 തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് എന്നിങ്ങനെ 4 യൂണിറ്റുകളാണ്. മേ യുവർ ഗ്ലോറി ബി റിവീൽഡ്, യൂണിറ്റ് 2. ബിലീഫ് ആൻഡ് സീ ഗ്ലോറി ഓഫ് ഗോഡ്, 4th വൺ, ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. അപ്പൊ ഇവിടെ എല്ലാം ആവർത്തിച്ച് ഉപയോഗിച്ചേക്കുന്ന വാക്ക് ഗ്ലോറി എന്ന വാക്കാണ്. ഗ്ലോറി മീൻസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതും ഈ 2 കാര്യങ്ങളും ഇന്റർചേഞ്ചബിൾ ആയിട്ട് എപ്പോഴും മനസ്സിൽ വേണം. അങ്ങനെ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബുക്ക് ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിൽ 1ാമത്തെ യൂണിറ്റ് നിന്റെ രാജ്യം വരണമേ, ദൈ കിങ്ഡം കം എന്ന് പറയുകയാണ്.
അപ്പൊ രാജ്യം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഗ്ലോറി എന്ന വാക്ക് ഓർത്തോണം. മഹത്വം എന്നും തേജസ് എന്ന വാക്കും മലയാളത്തിലാണ് രണ്ടു വാക്കും, മഹത്വവും തേജസ്സും. ദൈവരാജ്യം, ദൈവമഹത്വം, ദൈവ തേജസ്, ഇതെല്ലാം രാജ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് നിന്റെ രാജ്യം വരണമേ എന്നുള്ളത് ഒന്നാമത്തെ പാഠം. ദൈവരാജ്യത്തിലേക്ക്, ദൈവ തേജസ്സിലേക്ക്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട സബ്ടൈറ്റിൽസ് കണ്ടു കാണുമല്ലോ. വന്നതും വരുവാനിരിക്കുന്നതുമായ രാജ്യം, വന്നതും വരുവാനിരിക്കുന്നതുമായ രാജ്യം. പിന്നെ ദൈവരാജ്യത്തിന്റെ മൗലികത എന്താണ് എന്നുള്ളത്. ദൈവരാജ്യം നിങ്ങളിൽ തന്നെ, പൈശാചിക ആധിപത്യത്തിന്മേലുള്ള വിജയം, ദൈവരാജ്യം സഹനത്തിലൂടെ, ദൈവരാജ്യത്തിന്റെ വലിയ വിരുന്ന് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം, ദൈവ തേജസ്സിലേക്കുള്ള പ്രവേശനമാണ്. കണ്ടോ, രാജ്യം, തേജസ്. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ ദൈവ തേജസ്സിലേക്കുള്ള പ്രവേശനം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യം, കിങ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവമഹത്വം, ദൈവത്തിന്റെ തേജസ് എന്നുള്ളത്. അത് വളരെ സ്പഷ്ടമായി ആദ്യം തൊട്ടേ കുറിച്ച് വെച്ചോണം. അപ്പൊ നമ്മൾ പറയുന്ന പോലുള്ള ഐഹികമായിരിക്കുന്ന ഒരു രാജ്യമോ അതിന്റെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. അതിനേക്കാളുപരി when we are entering the kingdom of God, we are entering the glory of God എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഓർത്തിരുന്നോണം. എന്നാൽ ഈ ദൈവരാജ്യത്തിൻ്റെതായിരിക്കുന്ന ക്രമീകരണങ്ങൾ നമുക്കത് മനസ്സിലാക്കി തരുവാനായിട്ട് ഈ ബുക്കിലൂടെ ഒന്ന് കടന്നു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. ഈ എന്തുകൊണ്ട് why അച്ഛൻ യൂസ് ദിസ് വേർഡ്, ദൈവരാജ്യം ദൈവ തേജസ്സും ഒന്നാണെന്ന് പറയാൻ കാര്യം. 1 Thessalonians 2:11 നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കണോ അത്? അപ്പൊ നമുക്കതൊരു നല്ല തുടക്കമായിട്ടത്, ഞാൻ ഈ പറഞ്ഞ ആശയങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായിട്ടും പോകുന്നത്. 1 Thessalonians 2:11. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം. മതി, അത്ര മതി. അപ്പം തന്റെ രാജ്യത്തിനും മഹത്വത്തിനും, കണ്ടോ, ദൈവത്തിന്റെ രാജ്യം, ദൈവമഹത്വം, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തന്റെ രാജ്യത്തിലേക്കും തന്റെ തേജസ്സിലേക്കുമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഓരോ അപ്പോസ്തലൻ സഭയെ അനുസ്മരിക്കും. അവിടെ ഒരു നോട്ട് നമ്പർ 1 എന്ന് ഇട്ടിട്ടുണ്ട്, തന്റെ രാജ്യത്തിലേക്കും തന്റെ തേജസ്സിലേക്കും എന്നുള്ളത്. അതിന്റെ ഈ 1 ഇട്ടേക്കുന്നതിന്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഈ ബുക്കിന്റെ ഓരോ ചാപ്റ്ററിന്റെ അവസാനം അച്ഛൻ കൊടുത്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചു ഉള്ളതേ ഉള്ളൂ. അപ്പൊ എന്താണ് അവിടെ തന്റെ രാജ്യത്തിലേക്ക് തന്റെ തേജസ്സിലേക്ക് എന്ന് പറയാൻ കാരണം എന്നുള്ളതിന്റെ കൂടുതൽ വിശദീകരണവും താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ രാജ്യത്തിലേക്കും തേജസ്സിലേക്കുമാണ് ദൈവം വിളിച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ സഭയെ ഓർപ്പിക്കുന്നു. രാജ്യം, തേജസ് എന്നിവ സമാന്തര ആശയങ്ങളായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം സെയിം മീനിങ് ആണ് അതിനെന്ന്. ഇതേ പ്രയോഗ രീതി തന്നെ സുവിശേഷങ്ങളിലും കാണാം. മർക്കോസ് 10:37 സബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിന്റെ തേജസ്സിൽ ഇടത്തും വലത്തുമുള്ള മുഖ്യസ്ഥാനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ, മത്തായി 20:21, സെയിന്റ് മാത്യു 20:21, when he explains, അവിടെ നമ്മൾ വായിക്കുന്നത് യേശുവിന്റെ രാജ്യത്തിൽ വലത്തും ഇടത്തും സ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തേജസ്സിലും രാജ്യത്തിലും ഇന്റർചേഞ്ചബിളി ഹൗ ദിസ് യൂസേജ് വി സീ ഇൻ ദ ഹോളി സ്ക്രിപ്ചർ എന്നുള്ളതിന്റെ പല പല ഉദാഹരണങ്ങളാണ് അവിടെ ദൈവ തേജസ്സും ദൈവരാജ്യവും എന്നുള്ള ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യങ്ങളൊക്കെയാണ്. അതിന്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ കാണുന്നത് റോമൻസ് 8:20 സർവഭൂമിയിലും ദൈവ തേജസ് നിറയും. യഹോവ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിന്റെ മുഖ്യമായ അനുഭവം ദൈവ തേജസ്സിലേക്കുള്ള മനുഷ്യന്റെയും സർവ്വസൃഷ്ടിയുടെയും തിരിച്ചുവരവാണ്. റോമർ 8:20 കൂടെ ഒന്ന് വായിക്കാവോ? അപ്പൊ നമുക്ക് ആ ആശയം കൃത്യമായിട്ട് മനസ്സിലാകും. റോമൻസ് 8:20. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന്
വിടുതൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ കാര്യമാണ് ദ്രവത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സ്ലേവറിയിൽ നിന്ന് അവർക്ക് ലിബറേഷൻ കിട്ടുന്നു. then they are going to attain freedom in of the glory of the children of God എന്നുള്ള മീനിങ് അവിടെ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ ഇനിയും ഈ ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോൾ എന്താണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വന്നതും വരാനിരിക്കുന്നതുമായ രാജ്യം എന്നൊരാശയം ആദ്യമേ മനസ്സിലാക്കണം കേട്ടോ. വന്നതും വരാനിരിക്കുന്നതുമായ രാജ്യം എങ്ങനെയായിരുന്നു? യേശുക്രിസ്തു സുവിശേഷം ആരംഭിച്ചത് തന്നെ എങ്ങനെയായിരുന്നു? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മർക്കോസ് 1:15 യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ പുതിയ യുഗം ആരംഭിച്ചത്. പുതിയ നിയമത്തിലെ കാലഘട്ടത്തെ യുഗാന്തം എസ്കറ്റോൺ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഈ യുഗാന്തം എന്നുള്ള കാര്യം ഓർക്കുന്ന സമയത്തെ ചിന്തിക്കേണ്ടതായ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് യുഗാന്തം മീൻസ് ഇറ്റ് സ്റ്റാർട്ടഡ് when Jesus Christ incarnated. യുഗാന്തത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇപ്പൊ 2000 വർഷമായിട്ടും നമ്മൾ അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എസ്കറ്റോൺ എന്നുള്ള വാക്ക് യുഗാന്ത്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നി പെന്തക്കോസ്തുകാരുടെ പഠിപ്പിക്കലും അല്ലെ റിഫോർമേഴ്സിന്റെ പഠിപ്പിക്കലും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ യുഗാന്ത്യം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇനിയും വരാനിരിക്കുന്ന ഒരു സമയമല്ല. ഇറ്റ്സ് ഓൾറെഡി സ്റ്റാർട്ടഡ് വിത്ത് ദി ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് നമ്മൾ ഓർത്തിരുന്നോണം കേട്ടോ. എസ്കറ്റോൺ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന്റെ ചരിത്രം യേശുക്രിസ്തുവിലൂടെ അന്തിമവും നിർണായകവുമായ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ രാജ്യം ആരംഭിച്ചു കഴിഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം അത് ആരംഭിച്ചു കഴിഞ്ഞു. അത് വന്ന് അതിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വന്നതും വരാനുള്ളതുമായ രാജ്യം എന്നുള്ള ഒരു ആശയം നമ്മൾ കാണുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദീകരണമാണ് ഇവിടെ പറയുന്നത്. ദൈവരാജ്യം ചരിത്രത്തിൽ ലോകത്തിൽ യേശുക്രിസ്തുവിലൂടെ ആഗതമായി. എന്നാൽ സ്ഥലകാല പരിധികളുള്ള ഈ ലോകത്തിൽ ദൈവരാജ്യം പൂർണ്ണതയിൽ വെളിപ്പെടാനാവില്ല. നമുക്ക് ഈ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു ലിമിറ്റേഷൻ നമുക്കുണ്ടല്ലേ. അതിനകത്ത് ദൈവത്തിന്റെ രാജ്യം അതിന്റെ ഒരു കംപ്ലീഷൻ ഈ ടൈം ആൻഡ് സ്പേസിന്റെ ഉള്ളിൽ നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു റിപ്പോർട്ട് വായിക്കുമായിരുന്നു. ഈ 24 hours എന്നുള്ളത് ചില സെക്കൻഡുകളൊക്കെ 0.02 സെക്കൻഡ്സ് എങ്ങാണ്ട് നമ്മുടെ ഇത്ര നാളത്തെ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടെ ടൈം ഒക്കെ കൂടാനായിട്ട് തുടങ്ങി. ഇപ്പം ഭൂമിയുടെ റിവോൾവിങ് എന്ന് പറയുന്നത് ഒത്തിരി ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു, ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഒരു ആശയം കണ്ടു. ഞാൻ സൂചിപ്പിച്ച ഇത്രയേ ഉള്ളൂ. ഇറ്റ് വിൽ ചേഞ്ച്. വർഷങ്ങളിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ എത്ര മാറ്റം ഉണ്ടായെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് ആകുമ്പോൾ എല്ലാത്തിനും മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം ലിമിറ്റഡ് ആണ്. ഈ ടൈം ആൻഡ് സ്പേസ് എന്ന് പറഞ്ഞ ലിമിറ്റേഷൻസിന്റെ ഉള്ളിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ രാജ്യം പൂർണ്ണമായിട്ടും ഇവിടെ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു തുടക്കവും അതിന്റെ ആശയങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ വാക്കുകളിലൂടെ ചിന്തിക്കേണ്ടതായ കാര്യം. അപ്പൊ ദൈവരാജ്യം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടും. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് എന്നുള്ളതാണ്. അന്നാണ് ഈ എസ്കറ്റോണിന്റെ ഒക്കെ പൂർണ്ണത, യുഗാന്ത്യത്തിന്റെ ഒക്കെ പൂർണ്ണത, കംപ്ലീഷൻ എന്ന് പറയുന്നത് അതാണ്. ഇതെല്ലാം സാൽവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് നമ്മൾ പറയാത്തതിന്റെ കാര്യം ഇതാ. രക്ഷയുടെ അനുഭവം ആരംഭിച്ചു കഴിഞ്ഞു. but it will be completed only at the time of parousia or second coming of Jesus Christ. ഇത് ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിൽ വേണം. അതുകൊണ്ട് യുഗാന്ത്യത്തെ പറ്റി പറയുമ്പോഴും ദൈവരാജ്യത്തെ പറ്റി പറയുമ്പോഴും എല്ലാം യേശുക്രിസ്തു with the incarnation of Jesus Christ all these things are started, but it will be completed only at the second coming എന്നുള്ളത് ചിന്തിച്ചോണം. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ ദൈവരാജ്യം പൂർണ്ണതയിൽ വെളിപ്പെടും. ഭാവിയിൽ ദൈവം നൽകുന്ന ദൈവരാജ്യത്തിന്റെ അനന്തമായ സാധ്യതകളുടെ ചെറിയൊരു അംശം മാത്രമേ നമുക്ക് ഇന്ന് ലഭ്യമാവുന്നുള്ളൂ.
Actually, this is a pre-taste of all these things. Whatever, kingdom of God, glory of God, eschatology, eschaton, whatever it may be, this is when we are experiencing all these things in the physical world, it's only a pre-taste of all these things. ഇത് ഓർത്തിരുന്നോണം. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാം പൂർണ്ണതയെ ലക്ഷ്യമാക്കി വളരുകയാണ്. അതുകൊണ്ടാണ് ദൈവരാജ്യം നിങ്ങളിൽ തന്നെ. ഈ ആശയം രണ്ടും പ്രത്യേകം ശ്രദ്ധിച്ചോണം. DOC സ്റ്റുഡൻസ് വളരെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ആശയം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട്. സെയിന്റ് ലൂക്ക് 17:21 പറയുന്നു, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എമംഗ്സ്റ്റ് യു, ഇൻ ബിറ്റ്വീൻ യു എന്ന് പറയുകയാണ്. നിങ്ങളിൽ തന്നെയുണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞ കർത്താവേ, നമ്മള് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോ എന്താ പറയുന്നേ? അതാ ഈ പാഠത്തിന്റെ ഹെഡിങ് അതായിരുന്നല്ലോ, ദൈ കിങ്ഡം കം, നിന്റെ രാജ്യം വരയണമേ എന്ന് പഠിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ അഗെയിൻ there is a hope for his kingdom. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ആ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞ അതേ കർത്താവ് തന്നെ പ്രാർത്ഥന പഠിപ്പിച്ച് പറഞ്ഞു, നിന്റെ രാജ്യം വരയണമേ, ഇറ്റ് ഹാസ് ടു കം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇറ്റ് സ്റ്റാർട്ടഡ് ഹിയർ ബട്ട് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് എന്നുള്ളതാണ് കേട്ടോ. നിന്റെ രാജ്യം പൂർണ്ണമായും വരയണമേ എന്ന് നമ്മൾ അത് ചേർത്ത് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പൊ സെയിന്റ് ലൂക്ക് 17:21 ആൻഡ് സെയിന്റ് മാത്യു 6:10, സെയിന്റ് ലൂക്ക് 11:2 ഇവിടെയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ആശയം മനസ്സിലാക്കിയിരുന്നോണം. അപ്പൊ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു യേശുക്രിസ്തുവിന്റെ സാൽവേഷൻ എക്കോണമിയോടുകൂടി എല്ലാം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് ആകുന്നത് യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിലും നമ്മൾ ചൊല്ലുന്നത്, ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും ബാക്കി തന്റെ രാജ്യത്തിന് അവസാനമില്ലാതെ. കണ്ടോ, അതാ ദൈവരാജ്യം, ദൈവ തേജസ്, ദൈവമഹത്വം. ആ ദൈവരാജ്യത്തിന് അവസാനമില്ലാതിരിക്കുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവന്റെ പ്രത്യക്ഷതയെങ്കിൽ മാത്രമാണ്. ഇറ്റേണൽ ആയിട്ടുള്ള കിങ്ഡത്തിലെ കംപ്ലീഷനിലേക്ക് നമ്മൾ വരുള്ളൂ. സെക്കൻഡ് വൺ ഈസ് ദൈവരാജ്യത്തിന്റെ മൗലികത എന്നൊരു ആശയമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവരാജ്യ സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി, ഭൗമിക രാജ്യസങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായി ദൈവരാജ്യത്തിന് 2-3 മൗലിക സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, ദൈവരാജ്യം ആന്തരികമാണ്. സെക്കൻഡ് വൺ ഈസ് പൈശാചിക ആധിപത്യത്തിന്മേലുള്ള വിജയമാണ് ദൈവരാജ്യം. 3, സഹനത്തിലൂടെ ദൈവരാജ്യം സ്ഥാപിതമാകുന്നു. ഇപ്പൊ എന്താണ് അതിന്റെ ആ ഒരു എലമെന്റ്സ് എന്ന് നമുക്ക് പറയാവുന്നത്? ദൈവരാജ്യത്തിന്റെ മൗലികത എന്ന് പറയും, മൗലികമായ അതിന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എന്തൊക്കെയാണത്? 1, ദൈവരാജ്യം ആന്തരികമാണ്. 2, പൈശാചിക ആധിപത്യത്തിന്മേലുള്ള വിജയമാണ്. 3, സഹനത്തിലൂടെയാണ് ദൈവരാജ്യം സ്ഥാപിതമാകുന്നത് എന്നിങ്ങനെയുള്ള 3 സെഗ്മെന്റ്സ് നമുക്ക് അതിനകത്ത് കാണാം. ഒന്നാമത്, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ള ആശയം. എന്താണ് ദൈവരാജ്യം ആന്തരികമാണെന്ന് പറയുമ്പോൾ? ഇറ്റ്സ് എമംഗ്സ്റ്റ് യു, നിങ്ങളിൽ തന്നെ ഉണ്ട് ദൈവരാജ്യം. അപ്പൊ എന്താണ് ദൈവത്തിന്റെ രാജ്യം എന്ന് കേൾക്കുമ്പോൾ? ദൈവഭരണത്തിന് അധീനമായ ഒരു ദേശം എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരിക. ഒരു ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ആണോ ചിന്തിക്കുന്നത്? സത്യത്തിൽ ദൈവരാജ്യം എന്നതിന് പകരം ദൈവവാഴ്ച എന്ന വിവർത്തനമാണ് വേണ്ടത്. അതിന്റെ ഒരു വിശദീകരണമാണ് അച്ഛൻ ഈ ഒരു ഭാഗത്ത് നൽകുന്നത്. ദൈവവാഴ്ച, രാജ്യം എന്നതിനേക്കാൾ ഉപരി ദ റെയിൻ ഓഫ് ഗോഡ്, ദ റെയിൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വാഴ്ചയാണ്. ഹി ഈസ് ഗോയിങ് ടു റൂൾ അസ്. അപ്പൊ റൂൾ ചെയ്യുമ്പോൾ, അവന്റെ രാജ്യത്തിലെ അംഗങ്ങളായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അവൻ നമ്മളെ ഭരിക്കുമ്പോൾ, നമ്മളെ വാഴുമ്പോൾ, ആ ഒരു കൺസെപ്റ്റിൽ വേണം ഈ രാജ്യം എന്നുള്ള ആശയം കാണണം എന്നുള്ളതാണ് താഴോട്ട് വായിക്കുന്നത്. എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറയുന്നതും, പിന്നെ ദൈവരാജ്യം എന്ന വാക്യത്തിന് പര്യായമായി സ്വർഗരാജ്യമെന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നു. ദൈവരാജ്യം ഭൗതികമല്ലെന്ന് എടുത്തു കാണിക്കുകയാണ് സ്വർഗരാജ്യം എന്ന പ്രയോഗം. അങ്ങനെ ആ ആശയങ്ങളാണ് താഴോട്ട് പറയുന്നത്. ഓക്കെ. രണ്ടാമത്, പൈശാചിക ആധിപത്യത്തിന്മേലുള്ള വിജയമാണ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് വൺ ഈസ് ദ റെയിൻ ഓർ റൂൾ ഓഫ് ഗോഡ്. സെക്കൻഡ് വൺ ഈസ് പൈശാചിക ആധിപത്യത്തിന്മേലുള്ള വിജയം എന്ന് പറഞ്ഞാല് നമ്മളെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചാണ്. ആ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുന്നു എന്ന് രണ്ടാമതൊരാശയം ഇവിടെ കാണും. അപ്പോ അതുകൊണ്ടാണ് പിശാച് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞ എന്നാ,
ഈ കാണുന്ന എല്ലാം എന്റേതാന്ന് പറഞ്ഞ എന്റെ കാര്യം അതാ. എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ ഇതെല്ലാം തന്നേക്കാന്ന് പറഞ്ഞ എന്റെ അർത്ഥം. പിശാച് നമ്മളെ വാഴുന്നുണ്ട്. എപ്പോഴും പൈശാചികമായ ചിന്തകളും പൈശാചികമായ വാഴ്ചകളും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് എഫേഷ്യൻസ് 6:12 നമ്മൾ വായിക്കുന്നത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്നിങ്ങനെ. എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമായിരുന്നോ അതോ അല്ല ചോദ്യം? വായിച്ചതായിരുന്നേ. ഓക്കെ താങ്ക്സ്. ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ എന്ന് പറയുക. അപ്പൊ എഫേഷ്യൻസ് 6:12 ഇത് വായിക്കും. അപ്പൊ പൈശാചിക ആധിപത്യത്തിന്മേലുള്ള നമ്മളപ്പോ എപ്പോഴും പിശാചാണ് നമ്മളെ റെയിൻ ചെയ്യുന്നത്, ഇപ്പൊ റൂൾ ചെയ്യുന്നത്. അവനോട് നമ്മൾ പോരാടി പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് അന്വേഷിച്ച് അലഞ്ഞു നടക്കുന്നു. അവനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും എന്ന് പറയുന്നതിന്റെ കാര്യം. അതുകൊണ്ട് അതാണ് പൈശാചിക ആധിപത്യത്തിനുള്ള വിജയമാണ് ദൈവരാജ്യം എന്ന് പറയാൻ കാരണം. അതിന് കുറെ വാക്യങ്ങളെല്ലാം അച്ഛൻ തന്നിട്ടുണ്ട് വിശദമായിട്ട്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞു തരാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് തീരാതെ വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊന്ന് വായിച്ചാൽ മതി കേട്ടോ. ഞാൻ ഈ പ്രധാന പറയുന്ന ആശയങ്ങളോട് ചേർന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവരാജ്യം സഹനത്തിലൂടെ. ഇനി എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ അടുത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് സഫറിങ് ആണ്. സഫറിങ്സിലൂടെ പോകുമ്പോഴാണ് ദൈവത്തിന്റെ രാജ്യം വരിക എന്നൊരാശയം. അതായത് ശക്തിയിലൂടെ സ്ഥാപിതമായി നിലനിർത്തപ്പെടുന്നതാണ് ലോകസങ്കല്പത്തിലെ രാജ്യം. സഹനത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ് യേശുക്രിസ്തുവിന്റെ രാജ്യം. നമുക്കറിയാം ഇവിടെ ടിപ്പുവിന്റെ പടയോട്ടങ്ങള്. ഇപ്പം സുൽത്താൻ ബത്തേരി എന്ന് പേര് വരാൻ തന്നെ കാര്യം എന്നാ, സുൽത്താൻ ബാറ്ററി എന്നുള്ളതാ അല്ലേ? നമുക്കറിയാം ഒരു സൈന്യബലത്താൽ അദ്ദേഹം അടക്കി വെച്ച ഇടങ്ങളാണ് അതെല്ലാം. എല്ലാ കാലഘട്ടത്തിലും ഓരോ രാജ്യം, ഇപ്പം റഷ്യ യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു, അല്ലെ ഇസ്രയേലും പിന്നെ പാലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങള്. ലോകത്തിൽ പോരാട്ടങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഒരു രാജ്യം മറ്റു രാജ്യത്തിന്മേൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തി. ഇനി വീടുകളിൽ തന്നെ യുദ്ധങ്ങൾ നടക്കുന്നില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ യുദ്ധം നടക്കുന്നവർ റൂൾ ചെയ്യുന്നതിന്റെ കാര്യമാണ്. ചിലപ്പം ഭാര്യ പിടിച്ചടക്കുക എന്ന് പറയുമ്പോൾ പല രീതിയിൽ പിടിച്ചടക്കും. കണ്ണുനീര് കൊണ്ട് പിടിച്ചടക്കുന്നവരുണ്ട്. ഒരു രക്ഷയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അപ്പൻ മോനോട്, ഉദാഹരണം പറഞ്ഞു തന്നാൽ, അപ്പൻ മോനോട് ദേഷ്യപ്പെടുന്നു. അപ്പനും ഒരു ഡൊമിനേഷനാണ് ഉദ്ദേശിക്കുന്നത്. അമ്മ അപ്പുറത്തോട്ട് മാറിയുന്ന എന്റെ കുഞ്ഞെ ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നടാ നിന്നെ വളർത്തിയതെന്ന് പറഞ്ഞ അമ്മ കരയുന്നതിന്റെ ഉദ്ദേശം അവിടെ ഡൊമിനേഷനാ. അതിന്റെ സ്റ്റൈലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. ശലോമോൻ രാജ്യം ശലോമോൻ ചെയ്തുകൊണ്ടിരുന്ന തന്നെയായിരുന്നു. ശലോമോന്റെ രാജ്യം ഭരിക്കേണ്ടി വരുന്ന സമയത്തെല്ലാം പുള്ളി അയലോക്കത്ത് ഒരു പെണ്ണങ്ങ് കിട്ടും. അങ്ങനെ 300 ഭാര്യമാരും 700 വെപ്പാട്ടികളും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇതെല്ലാവരും കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന ഒന്നുമല്ല. എല്ലായിടത്തും പോയി കല്യാണം കഴിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ബഹളം ഉണ്ടാകാതിരിക്കണം എന്നോർത്തായിരുന്നു. അമ്മായിപ്പനല്ലേ, അപ്പൊ പിന്നെ പുള്ളി രാജാവ് അയലോക്കംകാരൻ, അപ്പൊ പിന്നെ ബഹളം ഉണ്ടാക്കാൻ വരാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞത്, ഇപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നതിന്റെ ശക്തിയിലൂടെ സ്ഥാപിതമായി നിലനിർത്തപ്പെടുന്നതാണ് ലോക സങ്കല്പത്തിലെ രാജ്യം. എന്നാൽ സഹനത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ് യേശുക്രിസ്തുവിന്റെ രാജ്യം. ആ സഹനത്തിലൂടെ, അപ്പോൾ ഈ കണ്ണുനീരിലൂടെയും നമുക്ക് കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കും. അല്ലെ, സഹനത്തിലൂടെ, അനുതാപത്തിലൂടെ, കണ്ണുനീരിലൂടെ, പ്രയാസത്തിലൂടെ, വേദനകളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്കതൊരു രാജ്യസങ്കല്പത്തിൻ്റെതായിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. സഹനത്തിലൂടെ സ്ഥാപിക്കപ്പെടുന്നതാണ് യേശുക്രിസ്തുവിന്റെ രാജ്യം. സമൂഹവീക്ഷണ സുവിശേഷങ്ങളുടെ വിവരണം അനുസരിച്ച് യേശുവിന്റെ ശുശ്രൂഷ പാലസ്തീന്റെ വടക്കേ പ്രവിശ്യയായ ഗലീലയിൽ നിന്ന് ആരംഭിച്ച് തെക്കേ പ്രവിശ്യയായ യഹൂദിയിലെ യെറുശലേമിൽ അവസാനിക്കുന്നു. ഈ യെറുശലേം യഹൂദ ജനത്തിന്റെ ആധ്യാത്മികവും ഭൗതികമായ ജീവിതത്തിന്റെ കേന്ദ്രമാണ്. അപ്പൊ ആ കാര്യങ്ങൾ വിശദമായിട്ട് വന്നിട്ട് പറയുകയാണ്. എന്താണ് യെറുശലേമിന്റെ കാര്യം പറഞ്ഞു വന്നതിന്റെ കാര്യം? ഇതാ ഞാൻ യെറുശലേമിലേക്ക് പോകുന്നു, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവിടെ കർത്താവ് സഫർ ചെയ്യാനായിട്ട് പോവുക. ഇത് കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് നിനക്ക് ഇങ്ങനൊന്നും ഭവിക്കരുതേ, പിശാച് എന്നെ വിട്ടുപോകാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഒലിവ് പിന്നെ മല ഇറങ്ങി അവര് താഴോട്ട് പോകുന്ന സമയത്ത്, യെരുശലേമിൽ പോയിട്ടുള്ളവർക്ക് അറിയാമല്ലോ, നമ്മളാ പിന്നെ ഓശാന സ്ട്രീറ്റിലൂടെ താഴോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന്
രണ്ടിടങ്ങളിലായിട്ട് തിരി. വലതുവശത്തേക്ക് പോയാൽ പീലാത്തോസിന്റെ അരമനെ പോവാം, ഇടതുവശത്തോട്ട് തിരിഞ്ഞാൽ യെരൂശലേം ദേവാലയത്തിലോട്ട് പോവാം. ഇപ്പൊ ഈ ഓശാന സത്യത്തിൽ പാടിക്കൊണ്ട് വന്ന ആൾക്കാർ മുഴുവൻ ഈ ജംഗ്ഷനിൽ വരുന്നിടം വരെ അവരുടെ ആഗ്രഹം എങ്ങോട്ടാണെന്നറിയാവോ? യേശുക്രിസ്തു വലത്തോട്ട് തിരിഞ്ഞ് പീലാത്തോസിന്റെ അരമനയിൽ പോയി ഭയങ്കര അത്ഭുതമൊക്കെ കാണിച്ച് പീലാത്തോസിനെയൊക്കെ അവിടുന്ന് ഓടിച്ച് അവിടെ പുതിയ രാജ്യം സ്ഥാപിക്കാൻ പോവുക എന്നോർത്താ ഇവര് വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്നൊക്കെ പറഞ്ഞു ഇവര് രാജാവായിട്ട് ഇവനെ കഴുതപ്പുറത്ത് കൊണ്ടുപോകുന്നേ. സംഭവിച്ചതെന്നാ, ഇവിടെ ജംഗ്ഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഇടത്തോട്ട് പോയി എന്ന് പറഞ്ഞ ദൈവാലയത്തിലോട്ട് പോയി. ക്ലെൻസിങ് ഓഫ് ടെമ്പിൾ, മനസ്സിലായി? അവിടെ ശാസ്ത്രിമാരുടെയും മഹാപുരോഹിതന്മാരുടെയും അടുത്ത് കയ്യിലേൽപ്പിക്കപ്പെടാനായിട്ട് പോവുക. അത് സഫറിങ് ആണ്. മറ്റിടത്ത് പിന്നെ ബലം കൊണ്ട് ശക്തി ആർജിക്കാമെന്ന് ജനം പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഓശാന പാട്ടുപാടി വന്ന പകുതി ആൾക്കാർ ഇവിടുന്ന് പോയി കാണും മിക്കവാറും. മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയുക. അപ്പോൾ ഈ മാർഗം യേശുക്രിസ്തു സ്വീകരിക്കുന്നതിൽ പത്രോസിനും കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും ഇഷ്ടമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ താഴോട്ട് കാണുന്നത്. ഇനിയും ദൈവരാജ്യത്തെ പറ്റി പറയുന്നത് വലിയ ഒരു വിരുന്ന് ദൈവരാജ്യത്തിൽ ഒരുക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ദൈവരാജ്യത്തിന്റെ വിവിധ ഭാവങ്ങൾ പ്രസ്പഷ്ടമാക്കുന്ന യേശു ധാരാളം ഉപമകളും ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ ശ്രദ്ധേയവും അന്വർത്ഥവുമായ വിരുന്നിന്റെ ഉപമയാണ്. അപ്പൊ ദൈവരാജ്യത്തിലെ വലിയ വിരുന്ന് അതൊരാശയമാണ്. ദൈവതേജസ് എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ വിരുന്ന് നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത്. അവിടെ ഒരു കല്യാണ വസ്ത്രം നമുക്ക് തന്നിട്ടുണ്ട്. ആ കല്യാണ വസ്ത്രം എന്ന് പറയുന്ന വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണെന്ന് വെളിപാട് 19:9 കാണുന്നു. അപ്പോ ഇഫ് വി ആർ willing to or we are trying to enter into the kingdom of God for the feast, we have to keep our righteous works. അത് വളരെ ഇമ്പോർട്ടൻ്റാ. ദാറ്റ് ഈസ് അവർ വെഡിങ് ഗാർമെന്റ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കല്യാണ വസ്ത്രം കൊണ്ട് വേണം അവിടേക്ക് കടക്കാൻ. അത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണെന്ന് വെളിപാട് 19:9 കാണുന്നുണ്ട്. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ആശയം. അതിന്റെ കുറിപ്പ് താഴോട്ട് കണ്ടോ? 1, 2, 3, 4 3 കുറിപ്പുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. 2, ഇനി അഗെയിൻ ഈ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അവന്റെ ശരീരമായിരിക്കുന്ന സഭയെ പറ്റിയാണ് ദൈവരാജ്യം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സഭയും ദൈവരാജ്യവും, സഭയുടെ വിവിധ പ്രതീകങ്ങള്, സഭ ക്രിസ്തുവിന്റെ ശരീരം, അവയവങ്ങൾ പലതും ശരീരമൊന്നും, ശിരസും ശരീരവും, സഭ ദൈവത്തിന്റെ സമ്പൂർണത, പശ്ചാത്തല ചിന്താധാരകൾ. ഇനി സഭയും ഹൗ ദിസ് ചർച്ച് ആൻഡ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് കണക്റ്റഡ്, എന്താണ് അതിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പലപ്പോഴും പറയും സഭയാണ് ദൈവരാജ്യം എന്ന് പറയും. പക്ഷെ ഇവിടെ രാശിയാച്ചൻ പറയുന്നു സഭ ദൈവരാജ്യമല്ല, സഭയ്ക്കുള്ളിൽ ദൈവരാജ്യത്തെ ഒതുക്കി നിർത്താനാവില്ല. ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരുടെ സംഘമാണ് സഭ. We are called to enter into the kingdom of God. അപ്പം ദൈവരാജ്യത്തിന്റെ അനുഭവം ജീവിച്ചറിയുന്ന ദൈവരാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ. അപ്പൊ ഇതിന്റെ കംപ്ലീഷൻ അല്ല, അതാച്ചൻ ഉദ്ദേശിക്കുന്നത്. വി ആർ പ്രീ ടേസ്റ്റിംഗ് എവരിതിങ്. ദിസ് ഈസ് നോട്ട് കംപ്ലീഷൻ. ഇത് ഇറ്റേണൽ ആയിരിക്കുന്ന ഒരു കാര്യം ഉണ്ട് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റിൽ. അപ്പൊ അന്ന് ഇതിന്റെ എല്ലാം പൂർണ്ണത എത്തുള്ളൂ എന്നുള്ള ആശയത്തിലാണ് ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ അനുഭവം ജീവിച്ചറിയുന്ന ദൈവരാജ്യത്തിന്റെ മക്കളാണ് നമ്മൾ. ഈ നിലയിൽ ദൈവരാജ്യത്തിന്റെ ആദ്യ ഫലമാണ് സഭ എന്ന്, ഓഫ് സ്പ്രിങ് ആണ്, ആദ്യത്തെ ഫലമാണ്, ഫസ്റ്റ് ഫ്രൂട്ടാണ് എന്ന് പറയാം. മാത്രമല്ല ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം വഹിക്കുന്ന ദൈവകരങ്ങളിലെ ഉപകരണമാണ് സഭ. അപ്പം ദൈവരാജ്യത്തിന്റെ സുവിശേഷവും കൊണ്ട് നമ്മൾ ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കുക, അതിന്റെ ഒരു നമ്മളതിൻ്റെ എല്ലാ അംബാസഡർമാരാണ് എന്നൊരർത്ഥത്തിൽ ആശയം കാണാനായിട്ട് ഇടയാകും. രണ്ടാമത് സഭയുടെ വിവിധ പ്രതീകങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ദ മെറ്റഫേഴ്സ് ഫോർ ദ മെറ്റഫേഴ്സ് ഓഫ് ദി ചർച്ച്. അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റഫർ എന്ന് പറയുന്നത് സഭയുടെ സ്വഭാവം വിശദമാക്കുന്നതിന് പുതിയ നിയമത്തിൽ പല പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പുതിയ ഇസ്രയേൽ, മന്ദിരം, മണവാട്ടി, ക്രിസ്തു ശരീരം എന്നിവയാണ് അവയിൽ പ്രധാനപ്പെട്ടവ. ന്യൂ ഇസ്രയേൽ, ദ ബിൽഡിംഗ് ഓർ ചർച്ച് അല്ലെങ്കിൽ മണവാട്ടി, ബ്രൈഡ്, ക്രിസ്തുവിന്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നിങ്ങനെ. അതിൽ ഈ
കർത്താവിന്റെ ശരീരവുമായിട്ടുള്ള ബന്ധമാണ് ഈ അതിനകത്ത് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ക്രിസ്തു ശരീരം സഭയുടെ വെറും ഒരു പ്രതീകം മാത്രമാണെന്ന് പറയാനില്ല. സഭ ക്രിസ്തു ശരീരം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുക. ഇനി അതിന്റെ തന്നെ ആശയമാണ് താഴോട്ട്. സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഗ്രീക്ക് ഭാഷയിൽ ശരീരം എന്ന പദത്തിന് മനുഷ്യ ശരീരം എന്ന അർത്ഥത്തിന് പുറമെ ആലങ്കാരികമായ ഒരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. ഒരു സംഘത്തിന്റെയോ സൈന്യത്തിന്റെയോ ലോകത്തിന്റെ തന്നെയോ ഐക്യവും ഒരുമയുള്ള ഒരു സംഘടിത രൂപം കാണിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ബോഡി എന്ന പദത്തിന് ഈ ആലങ്കാരിക അർത്ഥമുണ്ട്. നമുക്കിപ്പം ഒരു ലെറ്ററിന്റെ തന്നെ ബോഡി ഓഫ് ദിസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. അതുപോലെ തന്നെ അങ്ങനെ ഒരു ആലങ്കാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയായിട്ടും കൂടി ക്രിസ്തുവിന്റെ ശരീരം എന്നുള്ളതിനെ നമുക്ക് കാണുന്നു പറഞ്ഞാൽ ഇന്റഗ്രേഷനാണ് കേട്ടോ. ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ അതിനെ കാണാൻ സാധിക്കണം. മനുഷ്യന്മാർ മാത്രം അടങ്ങുന്നതെന്നുള്ളതല്ല. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് വളരെ സൃഷ്ടി മുഴുവനും വേണ്ടി ഞങ്ങൾ നിന്നോട് കരുണയും ദൈവവും യാചിക്കുന്നു നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്നത്. സഭയ്ക്ക് വേണ്ടി എന്നോ ഞങ്ങൾ വ്യക്തികൾക്ക് വേണ്ടിയെന്നോ അല്ല, സൃഷ്ടി മുഴുവനും വേണ്ടി. സൃഷ്ടി മുഴുവൻ എന്ന് പറഞ്ഞാൽ എവരിത്തിങ് ഇൻക്ലൂഡിങ് മിൽക്കി വേ, ഗാലക്സി ആൻഡ് എവരിത്തിങ്. ഈ ഭൂമിയിലുള്ളതും ദൈവ സൃഷ്ടിയായിരിക്കുന്ന സകലത്തെയും സമർപ്പിച്ചുകൊണ്ട്. അപ്പം അതെല്ലാം ക്രിസ്തു ശരീരമായി അതിന്റെ പൂർണ്ണതയിൽ ഒന്നാകണം എന്നൊരർത്ഥത്തിൽ വേണം നമ്മൾ ഈ ആശയത്തെ കാണാനായിട്ട്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളാകുന്നു എന്നൊക്കെ റോമർ 12:5 നമ്മൾ കാണുന്നുണ്ട്. ഇനി അവയവങ്ങൾ പലതും, ശരീരം ഒന്നും. അതും ഇതേ അർത്ഥം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വാക്യം വായിപ്പിച്ചായിരുന്നല്ലോ. 1 കൊരിന്ത്യർ 12:26 ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അവയവങ്ങളൊക്കെയും കൂടി കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടി സന്തോഷിക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ വായിച്ചതാണ്. അപ്പൊ അതേ ആശയം തന്നെയാണ് ഇവിടെ എല്ലാം പറയുന്നത്. അതിന് ഒത്തിരി വാക്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വായിച്ച് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ അച്ഛൻ എഴുതി തന്നിട്ടുണ്ട്. റോമർ 12:13, 12:26, 12:27 ഇവിടെ എല്ലാം ഈ ക്രിസ്തു ശരീരമാണ് സഭ എന്നുള്ള ഒരു 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 ആശയമാണ് കാണുന്നത്. ഈ ശിരസ്സും ശരീരവും യേശുക്രിസ്തു സഭയുമായിട്ടുള്ള ഈ ഈ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അങ്ങനെയാകുന്നത്? ജൈവ ബന്ധം എന്ന് പറയുന്നത്, കർത്താവിന്റെ ശരീരം നമ്മൾ പാനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ചു. അത് നമ്മുടെ ലിറ്ററലി നമ്മുടെ രക്തചംക്രമണത്തിലേക്ക് അത് മാറുന്നു. അങ്ങനെയാണ് ഒരു ബയോ ആയിട്ടുള്ള ഒരു റിലേഷൻ ആയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം ശിരസും ശരീരവും തമ്മിലുള്ള ബന്ധം, ക്രിസ്തു ശിരസും സഭ ശരീരവുമാകുന്നു. കൊലോസ്യൻസ് 1:18-10, എഫേഷ്യൻസ് 1:20. ആ ആശയമൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. വിശദീകരിച്ച് സമയം കളയേണ്ട കാര്യമില്ല. സഭ ദൈവത്തിന്റെ സമ്പൂർണതയാണ്. കൊലോസ്യൻസ് 2:9 എന്ന് വായിക്കാവോ? അവനല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നതെന്ന വാക്യം കേട്ടോ. അപ്പൊ യേശുക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അപ്പൊ ആ ദേഹരൂപത്തിൽ വസിക്കുന്ന യേശുക്രിസ്തു തലയാണെന്നും നമ്മൾ ആ ശരീരത്തിന് അവയവങ്ങളാണെന്നും പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവസമ്പൂർണതയുടെ ഭാഗമാണ് സഭാമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഈ ദൈവസമ്പൂർണതയുടെ നിറവ് സഭയിലേക്കും പ്രവഹിക്കുന്നു. കാരണം സഭ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ പിതാവ് നൽകുന്ന സമ്പൂർണത സഭയിലൂടെ പ്രകാശിതമാവുന്നു. 7 പശ്ചാത്തല ചിന്താധാരകൾ. എന്ത് പശ്ചാത്തലത്തിലാണ് ഈ സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറയാനുള്ള സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 7th one. അതില് ഒന്നാമത്തെ പശ്ചാത്തലം ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ആണ്. 2 പ്രധാനപ്പെട്ട ചിന്താധാരകളാണുള്ളത്. ഒന്ന് ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ആണ്. വൈ സെയിന്റ് പോൾ സേസ് ദ ചർച്ച് ഈസ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളത്. ക്രിസ്ത്യാനികൾ അന്യോന്യവും തങ്ങളുടെ കർത്താവുമായുള്ള ഐക്യം പ്രകാശിപ്പിക്കുന്ന വിശുദ്ധ പൗലോസ് എങ്ങനെ ശരീരം എന്ന പദം സ്വീകരിക്കാനിടയായി? അതും ഒരു വ്യക്തിയുടെ ശരീരത്തിലുള്ള ഐക്യമായി കാണുന്നതിന് പിമ്പിലെ ചിന്താസ്വാധീനം എന്താണ്?
ഇവിടെ പൗലോസിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യഹൂദ റാബിമാരുടെ ദിസ് ഈസ് ഫ്രം ദ റാബിനിക് ട്രഡീഷൻ, അതിൽ നിന്നുള്ളതാണെന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ആ പാരമ്പര്യത്തിൽ നിന്നുള്ള ഉപദേശങ്ങളിൽ സർവ്വ മനുഷ്യവർഗത്തിന്റെയും ആദാമിലുള്ള ഐക്യത്തെക്കുറിച്ചുള്ള ചിന്ത ശ്രദ്ധേയമാണ്. ഈ പാരമ്പര്യം അനുസരിച്ച് ആദാമിന്റെ ശരീരഘടനയും നിർമ്മാണവും മനുഷ്യവർഗം മുഴുവന്റെയും ഐക്യത്തിന്റെ പ്രതീകമാണ്. ലോകത്ത് എല്ലായിടത്തു നിന്നും ശേഖരിക്കപ്പെട്ട മണ്ണുകൊണ്ടാണ് ദൈവം ആദാമിനെ മെനഞ്ഞെടുത്തത്. ആദാം എന്ന പേര് തന്നെ ഒരു വ്യക്തിയുടെ പേരല്ല. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടായിരുന്നോ, നമ്മള് ആദം എന്ന വാക്കിന്റെ അർത്ഥം അതൊരു കോമൺ നെയിമായിട്ടാണ്. ഫ്രം എർത്ത്, ദ റെഡ് വൺ, അല്ലെങ്കിൽ ഫ്രം ദി റെഡ് സോയിൽ എന്നുള്ള അർത്ഥമാണ്. ഒരു കളക്റ്റീവ് നെയിമായിട്ടാണ് ആദാം എന്ന വാക്ക്. ആദാം എന്ന പേര് തന്നെ ഒരു വ്യക്തിയുടെ പേരല്ല, മനുഷ്യവർഗത്തിന്റെ പൊതുനാമമാണ്. ഇത് മനുഷ്യജാതിയുടെ മുഴുവൻ ആദാമിലുള്ള ഐക്യം കാണിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ആദാമിൽ മനുഷ്യജാതി മുഴുവൻ ഒന്നായിരിക്കുന്നു എന്നൊരാശയം റാബിനിക് ട്രഡീഷനിലുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ അതേ ആശയം തന്നെ എടുത്തിട്ട് യേശുക്രിസ്തുവിനെ ഹൗ ഹി ഈസ് ഇൻട്രൊഡ്യൂസിങ് ജീസസ് ക്രൈസ്റ്റ്, ഹി ഈസ് എ സെക്കൻഡ് ആഡം, രണ്ടാമത്തെ ആദാമായിട്ട് റോമാലേഖനത്തിലൊക്കെ കാണുന്നതാ. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയിരുന്നാൽ മതി. രണ്ടാമത്തെ ആദാമായിട്ട് യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുകയും യേശുക്രിസ്തുവിൽ ആദ്യത്തെ ആദാമിൽ അനുസരണക്കേട് മുഴുവൻ പാപവും മരണവും ലോകത്തിൽ വസിച്ചു. എസ്പെഷ്യലി റോമൻസ് 6-8 ചാപ്റ്റേഴ്സ്. അത് ഞാൻ വാക്യങ്ങളൊക്കെ പറയാൻ പോയി ഞാൻ പിന്നെ അതിന്റെ പുറകെ പോകും, അതുകൊണ്ട് ഞാൻ കോട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി. ആദാം മൂലം മരണം ഉണ്ടായി, രണ്ടാമത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തു മൂലം ജീവനിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് പറയുന്നൊക്കെ ആശയം, ഈ ഒരു ആശയം അവർക്ക് ക്ലിയർ ആണ്. അവർക്ക് ഈ കേൾവിക്കാർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കൾക്ക് അല്ലെങ്കിൽ ഇത് വായിക്കുന്ന പൗലോസ്ലീഹയുടെ സഭയിലുള്ള അംഗങ്ങൾക്ക് ഈ ധാരണ വളരെ കൃത്യമായിട്ട് അവർക്കുണ്ട്. ഫസ്റ്റ് ആഡം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ആഡം സെക്കൻഡ് ആഡം എന്നുള്ള രീതിയിൽ ആദാമിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്, കളക്റ്റീവ് നെയിം ആണെന്ന് പറയുന്ന പോലെ തന്നെ യേശുക്രിസ്തു സെക്കൻഡ് ആഡമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് നമ്മൾ മാറുന്നു എന്നുള്ളതാണ് അതിന്റെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആശയം. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാകും. അതാണ് ജൂയിഷ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ക്രിസ്ത്യൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നമുക്കറിയാം. വിശുദ്ധ കുർബാനയിൽ ഒരേ അപ്പത്തിലും പാനപാത്രത്തിലുമുള്ള സഭയുടെ ഒന്നായ സംബന്ധം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒത്തിരി പഠിക്കുന്ന അതല്ല. തേർഡ് ചാപ്റ്ററിൽ ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യം, സ്വർഗീയ സഭയും ദൈവിക രഹസ്യങ്ങളും, രഹസ്യം പുതിയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം, ജാതികളുടെ രക്ഷ, ക്രിസ്തുവിൽ സകലം ഒന്നായി ചേരുക, വിശുദ്ധ രഹസ്യങ്ങൾ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് മിസ്റ്ററി എന്നുള്ളതല്ലേ. റോസ്ലി എന്നുള്ള വാക്കൊക്കെ നമുക്കറിയാം. രഹസ്യം ഉടയോനരുളി രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും, ഇതൊക്കെ നമ്മൾ പാടും. അതുപോലെ തന്നെ ഇപ്പം ദിവ്യോധനം പഠിച്ചവരോട് ചോദിച്ചാൽ വിശുദ്ധ കുർബാന എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഇറ്റ്സ് എ മിസ്റ്ററി. നമ്മൾ വളരെ വേഗമായിട്ട് അങ്ങ് പറഞ്ഞു മിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ മേലാത്ത കാര്യത്തെ എല്ലാം കൂടെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കാം, പക്ഷെ അങ്ങനല്ല. ഈ ചാപ്റ്റർ നിങ്ങൾ നല്ലതായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കണം. രഹസ്യം എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. ക്രിസ്തു എന്ന ദൈവത്തിന്റെ രഹസ്യം എന്നുള്ളത്. പെട്ടെന്ന് അതിലൂടെ ഒന്ന് പോകാം. സഭയുടെ കൂദാശകൾക്ക്, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധ രഹസ്യങ്ങൾ എന്നാണ് പൗരസ്ത്യ സഭകൾ നാമകരണം ചെയ്യുന്നത്. വിശുദ്ധ കൂദാശകളെ വിശുദ്ധ രഹസ്യങ്ങൾ എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? ഈ പാഠത്തിൽ ഇതിന്റെ വേദപുസ്തക അടിസ്ഥാനം കണ്ടെത്തുന്നതിന് ശ്രമിക്കുകയാണ്. സംക്ഷിപ്തമായി പറഞ്ഞാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന്റെ രഹസ്യങ്ങൾ മനുഷ്യനെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചുമുള്ള ദൈവത്തിന്റെ രക്ഷാകരമായ ഉദ്ദേശങ്ങളും ആലോചനകളും പദ്ധതികളുമാണ്. ഇവിടെ ഈ കൗൺസിൽ, ആലോചന, പദ്ധതികള്, അതൊക്കെ ആ വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെറുതെ വേഗമായിട്ട് എഴുതിയിരിക്കുന്നതല്ല. ഉദ്ദേശം, ആലോചന, പദ്ധതി എന്നൊക്കെ പറയുന്ന ആ രഹസ്യത്തിനകത്ത് അതെല്ലാം വരും. ഇനി ഒന്നാമത്തെ അതിന്റെ വിശദീകരണം സ്വർഗീയ സഭയും ദൈവിക രഹസ്യങ്ങളും എന്നുള്ളതാണ്. ഹെവൻലി ചർച്ച് ആൻഡ് മിസ്റ്ററീസ് ഓഫ് ഗോഡ്. പുതിയ നിയമത്തിലെ രഹസ്യങ്ങൾ എന്ന പദത്തിന് തുല്യമായ പഴയ നിയമ എബ്രായ പദം സോദ് എന്ന വാക്കാണ്. ഈ വാക്കിന് 2 അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ സ്വർഗീയ സഭ, ഹെവൻലി അസംബ്ലി ഓർ കൗൺസിൽ.
സെക്കൻഡ് വൺ ഈസ് സീക്രട്ട് കൗൺസിൽസ്, അതിലെ രഹസ്യ ആലോചനകൾ. അപ്പോൾ ദൈവത്തിന് കൗൺസിലും ആ കൗൺസിലിന്റെ ആലോചനകൾക്കും ഈ രണ്ടിനും സോത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ 1-2 അധ്യായങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവപുത്രന്മാർ എന്ന് കാണുന്നു. യഹോവയുടെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് ഗോഡ് എന്ന അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, കൗൺസിൽ ഓഫ് ഗോഡ്. ആ കൂട്ടത്തിൽ സാത്താനും നിൽക്കാൻ ചെന്നു നമ്മൾ കാണുന്നു. അപ്പൊ എന്താണ് ആ കൗൺസിൽ ഓഫ് ഗോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ അവിടെ ദൈവപുത്രന്മാർ സങ്കീർത്തനം 82-1, 6, 82, 1 and 6, ദേവസഭ Psalms 89, 5 and 7, ഇവിടെ എല്ലാം കാണുന്ന വിശുദ്ധന്മാരുടെ സഭ. ഇവയെല്ലാം പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സോതിന് ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ദൈവത്തിന് ഒരു കൗൺസിലുണ്ട്. ആ കൗൺസിലിന് വളരെ സീക്രട്ട് ആയിട്ടുള്ള കൗൺസിൽസ് ഉണ്ട്, ആലോചനാ സമിതികളുണ്ട്. അപ്പൊ അവിടെ രഹസ്യമായി ആലോചിക്കുന്ന ചില കാര്യങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ആ ദൈവീക മർമ്മങ്ങളായിരിക്കുന്ന രഹസ്യങ്ങൾ, അതാ മർമ്മം എന്ന വാക്ക് കൊരിന്ത്യലേഖനം 4-ാം അധ്യായം 1 Corinthians chapter 4 ഞങ്ങളെ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്ന് ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ എന്ന. അപ്പൊ ദൈവമർമ്മങ്ങൾ എന്നുള്ള വാക്കോടെ ആ രഹസ്യം, ദൈവത്തിന് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അതിലേക്ക് പങ്കെടുപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ മതി. യേശു ക്രിസ്തു ബാക്കി എല്ലായിടത്തും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരുടെ നടുവിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തെല്ലാം കാര്യങ്ങളായിരുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശമനം, ആഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. പക്ഷെ അവൻ തൻ്റെ ശരീരവും രക്തവും അത് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരുക്കിയ ഒരു മാളികയിൽ ഈ 12 അപ്പോസ്തലന്മാരെയും കൊണ്ട് മാത്രം പോയി. ദ 12 അതൊരിക്കലും നിന്ദിക്കപ്പെടരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. നിങ്ങളിത് വളരെ അടിസ്ഥാനപരമായിട്ട് ഈ ആശയം മനസ്സിലാക്കിയിരിക്കണം. അതായത് അത് ചുമ്മാ കടൽ തീരത്ത് അവിടെ ഇവിടെയും കൊണ്ട് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ വിതറരുതെന്ന മനസ്സിലായി. അപ്പം എന്തുകൊണ്ടായത് യേശുക്രിസ്തു പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പരിശോധിച്ചാൽ നമുക്കറിയാം. അവിടെ യേശുക്രിസ്തുവിന്റെ ശരീരം രക്തവും ഭക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറെ പേര് പിന്നെ എങ്ങനെയാണ് ഇവനകത്ത് അച്ഛന്റെ മേനല്ലേ പിന്നെ നിന്റെ ശരീരം ഭക്ഷിക്കാൻ തരുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞ് കുറെ പേര് പിണങ്ങിപ്പോയി. 66-ാം വാക്യം വായിച്ചാൽ mതി. അന്നു മുതൽ അവനോടുകൂടെ ആരും സഞ്ചരിച്ചില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് മനസ്സ് വന്നിട്ട് യേശുക്രിസ്തു തിരിഞ്ഞു എന്ന് പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പോ ആ രഹസ്യം യേശുക്രിസ്തു ലിറ്ററലി സ്ഥാപിക്കുന്ന സമയത്ത് ദി 12 മാത്രമേ ഉള്ളൂ കൂടെ. അത് ദാറ്റ്സ് വൈ ഇതാ കൗൺസിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചു. പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ ഒരു ആശയം പറഞ്ഞതാണ്. സംശയം ഉണ്ടോ ചോദിച്ചാൽ ഇത് കഴിയുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ആ ദൈവീക മർമ്മങ്ങളുടെ ആ രഹസ്യത്തിലേക്ക് അതുകൊണ്ട് വിശുദ്ധ കുർബാന ഇപ്പോഴും ചൊല്ലുമ്പോൾ വിശ്വാസ പ്രമാണത്തിന്റെ സമയം ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ധൂക്കുറ്റിയും കൊണ്ട് പുറകോട്ട് പോകുന്നതിന്റെ അർത്ഥം തന്നെ പടിഞ്ഞാറ് വശത്തെ വാതിലെല്ലാം അടയ്ക്കും. എന്നിട്ട് പിന്നെ പണ്ടാണെങ്കിൽ ആർച്ച് ഡീക്കൻ, ഇപ്പം മുറൻ കൂതാശയ്ക്ക് മാത്രമേ അത് പറയാറുള്ളൂ, വിശുദ്ധ കുർബാനയും സ്നാനം ഏൽക്കാത്തവരും ഇതിൽ സാധിക്കാത്തവരും എല്ലാം പുറത്തു പോകണമെന്നൊക്കെ പറയും. അങ്ങനെയായിരുന്നു സഭയുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് ഓർത്തഡോക്സുകാർ മാത്രമേ വിശുദ്ധ കുർബാന അനുഭവിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴും നമുക്ക് സംശയമുണ്ട്, മർത്തമാരായിട്ട് കെട്ടിച്ചു വിട്ടവർക്ക് കുർബാന കൊടുക്കാവോ? ഇതൊക്കെയാണ് നമ്മുടെ വലിയ വിഷയങ്ങളായിപ്പോൾ. പോട്ടെ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതിനകത്ത് ഈ വലിയ മർമ്മം, ആ മർമ്മത്തിലേക്ക്, ആ കൗൺസിലിലേക്ക് ഉള്ള പ്രവേശനമാണ് ഈ സാക്രമെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലാകും. അതാണ് സ്വർഗീയ സഭയും ദൈവിക രഹസ്യങ്ങളും എന്നതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. കണ്ടോ, ഈ ആലോചന സഭ എന്ന വാക്കിൽ യിരെമ്യാവ് 23:18, ജെറമിയ ചാപ്റ്റർ നമ്പർ 23 വേഴ്സ് നമ്പർ 18, യഹോവയുടെ വചനം ദർശിച്ചു കേൾപ്പാൻ തക്കവണ്ണം അവന്റെ ആലോചനാ സഭയിൽ നിന്നവൻ ആര്? പിന്നെ ജോബ് 15:8, ഏമോസ് 3:7, ഇവിടെ എല്ലാം ഈ കൗൺസിലിനെ പറ്റിയാ കേട്ടോ. നിങ്ങൾ ഇത് പാഠം ഒന്ന് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. ഇത് മറ്റേ എഴുതുന്ന പോലെ ചുമ്മാ അവിടുന്ന് എടുത്ത് എഴുതാതെ ഈ പാഠം ഒന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി, ഇതിന്റെ അത്രയും നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകണം. ഈ രഹസ്യം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അച്ഛൻ വിശദീകരിച്ചിരിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. ഓക്കെ, ഇനി ഈ രഹസ്യം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ 17 പ്രാവശ്യം. ഇപ്പോൾ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പുതിയ നിയമത്തിന്റെ കാര്യം കൂടെ അങ്ങ് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ.
ഇപ്പൊ ഇനി പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരിക. പുതിയ നിയമത്തിൽ 17 ടൈംസ് രഹസ്യം എന്ന മർമ്മം, രഹസ്യം, മിസ്റ്റീറിയോൺ എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ നിന്ന് മിസ്റ്റീറിയോൺ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്ന് മിസ്റ്ററി എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. അവയിൽ 20 പ്രാവശ്യവും വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിലാണ് അത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവിടെ ഒരു സംശയം ഉണ്ടല്ലേ, 17 പ്രാവശ്യം രഹസ്യം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അവയിൽ 20 പ്രാവശ്യം വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളിലാണ് കാണുക എന്നുള്ളത്. അത് നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യണം, വൈ ദാറ്റ് ഹാപ്പൻ എന്നുള്ളത്. ഇപ്പൊ എനിക്ക് അതിന്റെ വിശദീകരണം അറിയാൻ പാടില്ല. നമുക്ക് അത് നോക്കിയിട്ട് പിന്നെ കണ്ടുപിടിക്കും. ഇംഗ്ലീഷിലും വേറെ എന്തോ ഇംഗ്ലീഷില് കണക്ക് വേറെ അവർ തന്നേക്കുന്നത് 8 ടൈംസ് എന്നൊക്കെ. നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം എന്തോ നമ്പർ കറക്റ്റ് എന്തോ എന്നുള്ളത്. ഓക്കെ ഷുവർ. എനിവേ, നമ്പർ അല്ലല്ലോ പ്രധാനം, നമുക്ക് അതിന്റെ മർമ്മമാണ് പ്രധാനം. ഓക്കെ, ഇനി മറഞ്ഞിരുന്ന രഹസ്യം എന്ന് പറയുന്നു. എന്താണ് ഈ മറഞ്ഞിരുന്ന രഹസ്യം? ലോകത്തെ സംബന്ധിച്ച് ദൈവത്തിന്റെ രക്ഷാപദ്ധതി ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്തിലുള്ളതാണ്. ഇത് ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം നിയമിച്ചതും പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്നിരുന്നതുമാണ്. 1 Corinthians 2:7, Romans 16:24, Colossians 1:26, Ephesians 3:5 and 9. ഇനിയും രക്ഷാകര പദ്ധതിയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ തേജസ്സിനായി ഒരുക്കിയിട്ടുള്ള തേജസ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ ഓർത്തോണം കിങ്ഡം ഓഫ് ഗോഡ്. അവിടെ മിസ്റ്ററി എന്നുള്ളതൊക്കെ ഇതുകൊണ്ട് ചേർന്ന് വരുന്നതാണ്. ഈ ജ്ഞാനം, അപ്പൊ അതിലേക്ക് നമ്മൾ ജ്ഞാനം മൂലം വളരുക എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നും അത് അറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം, അതിന്റെ താഴത്തെ ആ ഖണ്ഡികയുടെ അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ജ്ഞാനം മൂടി വയ്ക്കപ്പെട്ട രൂപത്തിലെ സാധാരണക്കാർക്ക് കാണപ്പെടുന്നുള്ളൂ. ദൈവിക ജ്ഞാനത്തിന്റെ രഹസ്യ സ്വഭാവമാണ് അതിന് രഹസ്യം എന്ന പേര് നൽകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദൈവത്തിന്റെ ജ്ഞാനം മൂടി വയ്ക്കപ്പെട്ട രൂപത്തിലെ സാധാരണക്കാർക്ക് കാണപ്പെടുന്നുള്ളൂ. ദൈവിക ജ്ഞാനത്തിന്റെ ഈ രഹസ്യ സ്വഭാവമാണ് അതിന് രഹസ്യം എന്ന പേര് നൽകുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ തന്നെ, ഇപ്പൊ വിത്ത് വിതക്കാരന്റെ ദ പാരബിൾ ഓഫ് സോവർ, ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുവാ നീ ഇന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? കുറച്ച് വഴിയരികി വീണു, കുറച്ച് മുള്ളിനിട വീണു, കുറച്ച് പാറപ്പുറത്ത് വീണു, പിന്നെ കുറച്ച് നല്ല നിലത്ത് വീണു എന്ന് പറയുന്നതിന്റെ ഒക്കെ അർത്ഥം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, അത് വിളിച്ചു വേർതിരിക്കുന്നവർക്ക് ആ മർമ്മം മനസ്സിലായി കിട്ടും, അല്ലാത്തവർക്ക് അത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ വിശദീകരണം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പലർക്കും ഇത് ആ മിസ്റ്ററിയിലേക്ക് നമ്മളെ രഹസ്യം ഉടയവൻ അരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും എന്ന് പറഞ്ഞാൽ ആ രഹസ്യം എനിക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. അത് രഹസ്യം നമുക്ക് പരസ്യമായി കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലാകുന്നില്ല എന്നർത്ഥം. ഇനി ക്രിസ്തു എന്ന രഹസ്യം, ഇതെല്ലാം ഈ ആശയം തന്നെയാണ്. അതില് ഒരു വാക്യം നിങ്ങൾ വായിക്കണം, 1 Timothy 3:9. എന്താണ് ക്രിസ്തു എന്ന രഹസ്യം? എന്തായിരുന്നു ആ രഹസ്യം? 1 Timothy 3:9. വായിക്കുന്നുണ്ടോ? അവർ വായിച്ചു. മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവർ ആയിരിക്കണം. ഓക്കെ, ബാക്കി അവരെ ആദ്യം പരീക്ഷിക്കണം. ഫസ്റ്റ് ആണോ? 1 സെക്കൻഡ്. 3:9. They must hold the mystery of the faith with a clear conscience. Correct. Yeah. Go ahead, please, Andy. അല്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ എടുത്തോട്ടെ. 9. First Timothy. 1 second, please. 3:16 ആണ് ഉദ്ദേശിക്കുന്നത്. Beyond all question. 3:16. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. ഓക്കെ. അപ്പൊ അതാണ് പറയുന്നത്. അതായത് ക്രിസ്തു എന്ന രഹസ്യത്തെ പറ്റി പറയുക. അതിനകത്ത് 6 കാര്യങ്ങളാണ് പറഞ്ഞത്. 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ. 1, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു.
ഇൻകാർണേഷൻ. ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നാ? പരിശുദ്ധാത്മാവ് ഇറങ്ങി, മാമോദീസ, അവന്റെ ജഡധാരണം, മാമോദീസ, പിന്നെ ദൂതന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫിഗറേഷന്റെ കാര്യമാണ് പറയുന്നത്. ദൂതന്മാർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും അവന്റെ തേജസ് വെളിപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളുടെ ഇടയിൽ അവൻ അതിരുകളെ ഭേദിച്ച് പോയി പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, ഈ ലോകത്തില് അവൻ വിശ്വസിക്കപ്പെട്ടു. തേജസ്സിൽ അവൻ എടുക്കപ്പെട്ടു. അപ്പൊ ആ തേജസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ദൈവികമായിരിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തിന്റെ ലേക്ക് എടുക്കപ്പെട്ടു, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ദൈവഭക്തിയുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ രഹസ്യം എന്ന ആ മർമ്മം ഇത്ര 6 കൂട്ടം കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ക്രിസ്തു എന്ന രഹസ്യത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ 6 കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് സൂചിപ്പിക്കുക. അപ്പോൾ ക്രിസ്തുവിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും എന്നല്ല, ക്രിസ്തു തന്നെ ദൈവത്തിന്റെ രഹസ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ക്രിസ്തു തന്നെ മുഴുവനായും, യേശുക്രിസ്തു മുഴുവനായും ദൈവത്തിന്റെ രഹസ്യമാണ്, അവൻ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി ജാതികളുടെ രക്ഷ എന്നൊരാശയം നമ്മളിവിടെ കാണുന്നുണ്ട്. എഫേഷ്യൻസ് 3:2-10 ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ പ്രധാന ഘടകം അവിടെ എടുത്തു പറയുന്നുണ്ട്. യഹൂദന്മാർ മാത്രമല്ല, ജാതികളും, നോട്ട് ഓൺലി ജ്യൂസ്, ജെന്റൈൽസ് as well. 6:1 ക്രിസ്തുവിൽ സകലം ഒന്നായി ചേർക്കുക എന്ന് കാണുന്നു. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദ ഹോൾ ക്രിയേഷൻ ആണ്, സൃഷ്ടി മുഴുവനും യേശുവിൽ ഒന്നായിട്ട് ചേർക്കുക, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് മുഴുവൻ. ഇനി വിശുദ്ധ രഹസ്യങ്ങൾ എന്നൊരാശയം നമ്മളിവിടെ കാണുന്നു. ഇത്രയും നേരം പറഞ്ഞത് തന്നെയാ കേട്ടോ, ആ ദൈവിക മർമ്മങ്ങളാ. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് മുതൽക്കേ രഹസ്യം എന്ന പദം വ്യക്തമായും കുദാശകൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നുള്ളൂ. 1 Corinthians 4:1 ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാർ എന്ന അപ്പോസ്തലന്മാരെ കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുന്നു. ഇതിന്റെ ഒരു പ്രതിധ്വനി എന്ന പോലെ യേശുക്രിസ്തുവിന്റെ രഹസ്യങ്ങളുടെ ശുശ്രൂഷക്കാരെന്ന് ശമാശന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഇഗ്നാത്യോസ് ത്രാലിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ത്രാലിയർക്ക് ഇഗ്നാഷ്യസിന്റെ ലെറ്ററില് 2:3 നമ്മൾ കാണുന്നു. രണ്ടിടത്തും രഹസ്യങ്ങൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചാണ് പറയുന്നതെന്ന് തീർത്ത് പറയാനാവില്ല. വിശുദ്ധ ഇഗ്നാത്യോസിന്റെ പരാമർശം വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചായിരിക്കാം എന്ന സന്ദർഭം കൊണ്ട് പറയാൻ കഴിയും. ജസ്റ്റിൻ മാർട്ടിയറും തെർത്തുല്യനും കൂദാശകൾക്ക് രഹസ്യങ്ങൾ എന്ന് പറയുന്നില്ലെങ്കിലും പുറജാതികളുടെ രഹസ്യങ്ങൾ ക്രിസ്ത്യാനികളുടെ കൂദാശകളുടെ പൈശാചികമായ അനുകരണമാണെന്ന് പറയുന്നു. മിസ്റ്ററി റിലീജിയൻസ് എന്ന് പറഞ്ഞു വന്നിരുന്ന പുറജാതി മതങ്ങളുടെ ആരാധനകളുടെ ഉദ്ദേശം ദേവന്മാരുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും പങ്കുചേരുക എന്നതായിരുന്നു. ക്രിസ്തീയ കൂദാശകളുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി തീരുക എന്നതാണല്ലോ എന്ന് പറയുക. പിന്നീട് മിസ്റ്റീരിയോൺ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മിസ്റ്റീരിയോൺ രഹസ്യം എന്ന ഗ്രീക്ക് പദത്തിന്റെ മൂലത്തിന്റെ അർത്ഥം ഉപനയനം ചെയ്യുക, ടു ഇനിഷ്യേറ്റ് ഇൻ ടു. ഉപനയനം ചെയ്യുക എന്ന മലയാള വാക്കിന് സത്യത്തില് ഒരു ബാലൻ 12-13 വയസ്സ് വരെ അവൻ പാഠങ്ങളെല്ലാം പഠിച്ച് പൂണൂല് കിട്ടുന്ന പരിപാടിക്കാ, വേദങ്ങളെല്ലാം പഠിച്ച് മിടുക്കനായി കഴിയുമ്പോൾ അവർക്ക് പൂണൂല് കിട്ടുന്ന പരിപാടിയാണ് ഉപനയനം ചെയ്യുക എന്ന് പറയുന്നത്. ജൂയിഷ് പാരമ്പര്യത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം 12-ാം വയസ്സിൽ യേശുക്രിസ്തു ദൈവാലയത്തിൽ വെച്ച് കാണാതാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ എന്നാ സംഭവം എന്നറിയോ? 12 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ദൈവാലയത്തിൽ ചെന്നിട്ട് ബെർമിത്സ്വ എന്ന് പറയുന്നൊരു കർമ്മമുണ്ട്. ബെർമിത്സ്വ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ബെസ് മിസ്വ എന്ന് പറയും, ഫെമിനൈൻ വേർഡ് അങ്ങനെയാണ്. അപ്പോൾ ബെർമിസ്വ എന്ന് പറയുന്ന കാര്യം അവര് ഈ 12 വയസ്സ് വരെയും ഗുരുക്കന്മാരുടെ പാദപീഠത്തിലിരുന്ന് അവർക്ക് വേദം തോറ അത് കേൾക്കാനും പഠിക്കാനും മാത്രമേ സാധിക്കുള്ളായിരുന്നു. എന്നാൽ ഈ ബെർമിസ്വ എന്ന് പറയുന്ന കാര്യം അവർക്ക് ഈ തോൽ ചുരുളുകളിലെല്ലാം വെച്ച് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഞാൻ ജെറുസലേമിൽ പോയപ്പോൾ അത് ചെയ്തു കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവര് നെറ്റിയിലും കൈകളിലും ഒക്കെ ക്ഷേമയൊക്കെ എഴുതി, ആവർത്തനം 6:4 ഇസ്രായേലെ കേൾക്ക, നിന്റെ ദൈവമായ യഹോവ ഏക കർത്താവ് എന്ന് പറയുന്ന ക്ഷേമയൊക്കെ എഴുതി വെച്ച് ഈ കൈയിലും കാലിലും ഒക്കെ അതെല്ലാം കെട്ടിക്കൊടുത്ത് അതൊരു വലിയ ചടങ്ങാണ്. അപ്പൊ സത്യത്തിൽ അതിനുവേണ്ടി ആയിരിക്കണം കൊണ്ടു. അതുകൊണ്ടാണ് യേശുക്രിസ്തു 12-ാം വയസ്സിൽ ഈ വേദോപദേഷ്ടാക്കന്മാരോട് തർക്കിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞതിന്റെ കാര്യം. Then he is able to explain and he can enter into debates and discussion. അതുവരെ അവർക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ ഉപനയനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ രഹസ്യത്തിലേക്ക് പൂണൂലിടുക അല്ലെങ്കിൽ ബർമിത്സ്വ ആകുക 12 വയസ്സിൽ പൂർത്തീകരിക്കപ്പെടുന്ന അനേക കൾച്ചറുകളിൽ ഇതിന്റെ എല്ലാം
പല പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഇപ്പൊ ഇവിടെ തന്നെ അമേരിക്ക തന്നെ ആണെങ്കിൽ ഒരു ബേബി സിറ്റിങ്ങിന് ഇരിക്കണമെങ്കിൽ 12 വയസ്സ് കഴിയണമല്ലോ, അല്ലേ? അതൊക്കെ ചേർത്ത് ചിന്തിച്ച് നോക്കണം. 13ാമത്തെ വയസ്സ് മുതൽ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഇത് പല കൾച്ചറുകളിൽ നിന്ന് പല രീതിയിൽ അവരുടെ ആ ഒരു പൂർണ്ണതയെ കാണിക്കുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലരും 13ാമത്തെ ബർത്ത്ഡേ ഒക്കെ ഭംഗിയായിട്ടൊക്കെ നടത്താറും ഒക്കെ ഉണ്ട്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഉപനയനം ചെയ്യുക എന്ന് പറയുമ്പോൾ ടു ഇനിഷ്യേറ്റ് ഇൻറ്റു എന്ന് പറയും ഉൾപ്രവേശിക്കുക, അതിലേക്ക് പ്രവേശിച്ച് ഒരു ഫ്രീഡം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് അങ്ങനെ ഒന്ന് ഉൾപ്രവേശിക്കുന്നവർക്ക് അത്രയും നാൾ നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, പക്ഷെ നൗ വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദാറ്റ് മിസ്റ്ററി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന. ഇവിടെ ഇപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ഈസി ആയിട്ട് അത് മനസ്സിലാകും. അങ്ങനെ ദൈവിക രഹസ്യങ്ങളുടെ പൊരുൾ നമുക്ക് അറിഞ്ഞു കിട്ടുകയും നമ്മളത് മനനം ചെയ്യാൻ തുടങ്ങുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് അത് മനസ്സിലാക്കി കിട്ടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. എനിക്ക് തോന്നുന്നു ഈ ബർണ്ണബാസ് തിരുമേനി ഇവിടെ 12ാം വയസ്സിലും 13ാം വയസ്സിലും ഒക്കെ നേരത്തെ ചില ക്രമീകരണങ്ങളൊക്കെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ചുകൂടെ അവരെ ഒന്ന് ഈ കാര്യങ്ങളിലേക്ക് ഒന്ന് സ്ഥിരപ്പെടുത്താൻ തക്കവണ്ണം ഒരു ഇടക്കാലം കൊണ്ടൊക്കെ അതുണ്ടായിരുന്നു, പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയതാ. പിന്നെ വിശുദ്ധ സ്നാനം ദൈവത്തിന്റെ സ്വർഗീയ സഭയിലേക്കുള്ള ദൈവരാജ്യത്തിലേക്ക് പ്രവേശനവും ക്രിസ്തുവിന്റെ രക്ഷാകരമായ മരണത്തോടും പുനരുദ്ധാനത്തോടുമുള്ള ഏകീഭാവവുമാണ്. വിശുദ്ധ കുർബാനയിലൂടെ യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ ജീവിതവും പ്രവർത്തനങ്ങളും ഇക്കാലത്ത് നാം വീണ്ടും ജീവിച്ചറിയുന്നു. ക്രൂശിലെ യാഗാർപ്പണത്തിലും പുനരുദ്ധാനത്തിന്റെ രഹസ്യത്തിലും പങ്കാളികളാവുന്നു. തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന വഴി ക്രിസ്തു എന്ന ദൈവീയ രഹസ്യം നാം ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഈ സോതും മറ്റൊരു വാക്കാണ് ഇതിനകത്ത് ഈ ചോദ്യങ്ങൾക്ക് അത് എഴുതിയിട്ടുണ്ട്. പഴയ നിയമത്തിലെ സോത്, റോസ്ലി എന്നുള്ള ഞാൻ വാക്ക് ആദ്യം ഉപയോഗിച്ചല്ലോ. അതിൽ നിന്നാണ് റാസ എന്ന പദം ഉണ്ടായേക്കുന്നത്. റാസ എന്ന് വെച്ചാലും ലാറ്റിനാ റാസ എന്ന വാക്ക്. അതും രഹസ്യം എന്ന് തന്നെയാണ് അർത്ഥം. സത്യത്തിൽ ഈ അരളിക്കായും പിടിച്ചുകൊണ്ട് പോകുന്ന പതിവൊന്നും നമുക്കൊന്നും ഇല്ല. അരളിക്കായ്ക്കകത്ത രഹസ്യം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന വെച്ചുകൊണ്ട് പോകുന്ന അവരുടെ ഓസ്തി വെച്ചുകൊണ്ട് പോകുന്നു. നമ്മൾ ഒരു പടം വെച്ചുകൊണ്ട് പോകും, മാതാവിന്റെയോ പരിമളത്തിന് വേണ്ടി ഒരു പടം അതിനകത്ത് വെച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പുതിയ നിയമത്തിൽ രഹസ്യം എന്ന പദത്തിന്റെ അർത്ഥം വിവരിക്കുക. സഭയുടെ കൂദാശകൾക്ക് വിശുദ്ധ രഹസ്യങ്ങൾ എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നൊക്കെയാ ചോദ്യങ്ങൾ. മതി, ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. 3 ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചോട്ടെ. ഈ അപ്പൊ അച്ഛൻ പറഞ്ഞോളൂ, ഈ റാസ എന്ന രഹസ്യം എന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ പറയുന്ന ഈ പള്ളിക്ക് ചുറ്റിനുള്ള പ്രദക്ഷിണം അത് പ്രൊസഷനാ. സത്യത്തിൽ റാസ എന്നുള്ള വാക്ക് ഈ ലത്തീൻ വൽക്കരണത്തിന്റെ ഒരു ഫ്രാഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ അരളിക്ക കൊണ്ട് പ്രോണോസ് വെക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല സത്യത്തിൽ. പിന്നെ മത്തായിച്ച മേടിച്ചു കൊടുത്തതായതുകൊണ്ട് അടുത്ത് മാറ്റാനും പറ്റില്ല. മത്തായി ബഹളം ഉണ്ടാക്കും പള്ളി കിടന്നു. അതുകൊണ്ട് ലത്തീൻ വൽക്കരണത്തിന്റെ ശേഷിപ്പുകളാ ഇതെല്ലാം. എന്തായിരുന്നു ആന്റി ചോദ്യം? അച്ഛൻ പറഞ്ഞില്ലായിരുന്നു റോസ്ലി ഉള്ള വാക്കും റാസായും രണ്ടും രഹസ്യമാണ്. അപ്പൊ നമ്മൾ ഈ പള്ളി പ്രദർശനത്തിന് സാധാരണ ഒരു റാസ എന്ന് പറയത്തില്ലേ, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അത് പ്രൊസഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം, പ്രദക്ഷിണം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടത്. റാസ ഇറങ്ങുന്നു എന്നെല്ലാം ഇത് ഒത്തിരി നമ്മുടെ ആരാധനാ പാരമ്പര്യങ്ങളെല്ലാം ഒത്തിരി സ്വാധീനിക്കപ്പെട്ടു പോയി പല ലത്തീൻ സ്വാധീനത്തിൽ നിന്നുമെല്ലാം. പ്രൊസഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. റോസ്ലി എന്നുള്ളതും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ കാര്യം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കുർബാനയും കൊണ്ട് പോകുന്നില്ലല്ലോ. നമ്മൾ ഈ റാസ എന്ന വാക്ക് സത്യത്തിൽ ഉപയോഗിക്കേണ്ടത് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രൊസഷൻ ഈസ് പ്രൊസഷൻ. നമുക്ക് ഈ അരളിക്ക പിടിക്കാനുള്ള പരിപാടി കൈ കിട്ടിയത് കൊണ്ട് പിന്നെ അതുകൊണ്ട് നമ്മൾ കുർബാന അതിനകത്ത് വെക്കുന്നേ ഇല്ല. അതുകൊണ്ട് ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഇസ് റാസ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ അർത്ഥത്തിൽ, പൂർണ്ണ അർത്ഥത്തിൽ. അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. വേറെ ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ? നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉറപ്പാണോ? വേറെ ആർക്കും സംശയം ഉണ്ടായി? ഇല്ല, ഇവിടെ ക്വസ്റ്റ്യൻസ് ഇവിടെ ഒന്നും വന്നിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്. ഓ, അവിടെ വന്നിട്ടുണ്ട്. സമയമായോണ്ട്
കാരണം 9 അച്ഛന് 10 നമ്മൾ താമസിച്ച് തുടങ്ങുന്നതുകൊണ്ടാ. പിന്നെ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകണമല്ലോ എന്നോർത്താ ഞാൻ ഇച്ചിരി വിശദീകരിച്ച് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനിയും ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങളിത് വായിക്കുമ്പോൾ ഈസി ആയിരിക്കും. ചോദിച്ചില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചോളാം. പിന്നെ ഈ അച്ഛനെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വേറെ സഭക്കാരൊക്കെ വന്ന ഒരു പ്രാവശ്യം ഞാനൊരു ഒരാളെ കണ്ട, അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. പക്ഷെ മർത്തോമായില്ല പുള്ളിക്കാരി. അപ്പം കുർബാന എടുക്കാൻ പറ്റാതെ പോകുന്നത് കണ്ടപ്പോഴേ പുള്ളിക്കാരിക്ക് അതൊക്കെ നമുക്ക് ഈ കുർബാനയെ പങ്കെടുക്കാം, പക്ഷെ അനുഭവിക്കാൻ പറ്റാതെ അവര് പോകുന്നതായിട്ട് കണ്ടത്. അച്ഛ കേട്ടായിരുന്നു? ഞാൻ കേട്ടു. പിന്നെ ഞാനത് കേട്ടു. ഇപ്പം തൽക്കാലം കേൾക്കുക മാത്രമേ ഉള്ളൂ അതിന്. പിന്നെ പറയണമെങ്കിൽ മറുപടി പറയാം. നമ്മള് എന്തുകൊണ്ടെന്നറിയാം, ഇപ്പൊ ഒരു മനുഷ്യൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യം മർത്തമാല കെട്ടിച്ചതെന്ന് പറഞ്ഞാല് ഈ പെങ്കൊച്ചിനെ അവിടെ കെട്ടിച്ചു വിട്ടു. അവിടെ കെട്ടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നായി. അവരൊന്നിച്ച്. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാനൊരു പള്ളിയിൽ ഇരുന്ന സമയത്ത് CSI കെട്ടിച്ചു വിട്ട ഒരു കൊച്ച്, നമ്മുടെ ഓർത്തഡോക്സിലെ നമ്പർ 1 ഒന്നാം തരമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകന്റെ ഹെഡ് മാസ്റ്ററിന്റെ മകളാ. അവള് ഭംഗിയായിട്ട് പള്ളിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന CSI കെട്ടിച്ചു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ വന്ന് എൻ്റെ അടുത്ത് കുർബാന അനുഭവിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, അവള് വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അവളോട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അവളുടെ ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട് കൂടെ. അപ്പൊ ഇവള് മാത്രം കുർബാന അനുഭവിക്കുന്നു, ഭർത്താവും കുഞ്ഞുങ്ങളും അവിടെ നോക്കി നിൽക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞ ആശയം എന്നാന്ന് ചോദിച്ചാല്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരൊന്നായി. അപ്പൊ അവളുടെ ഭർത്താവും അവളുടെ കുഞ്ഞുങ്ങൾക്കും സാധിക്കാത്തൊരു കാര്യം ഇവക്ക് വേണ്ടി ഇവള് മാത്രം ഓർത്തഡോക്സ് സഭയിൽ പോയി സാധിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ കുടുംബ ജീവിതത്തിൽ അത് എത്രമാത്രം ആശാസ്യം, എത്ര നാളത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അങ്ങനെ മനസ്സിലായോ? ലിറ്ററലി തെറ്റൊന്നുമില്ല. ഇപ്പൊ അവള് പിന്നെ ഇവിടുന്ന് മോറാനാഭിഷേകം കഴിഞ്ഞതും മാമോദിസ സ്വീകരിച്ചതുമായ കൊച്ച, അവൾക്ക് കുർബാന കിട്ടുമായിരിക്കാം, മറ്റിടത്ത് പലരും കൊടുക്കുന്നുണ്ടാവാം. പക്ഷെ അവളുടെ ഭർത്താവും കുഞ്ഞും കൂടെ വന്നു നിൽക്കുന്ന സമയത്ത് അവർക്ക് സാധിക്കുന്നില്ല നമ്മുടെ പള്ളിയിൽ വന്നിട്ട് കുർബാന അനുഭവിക്കാൻ. അവളെ കെട്ടിച്ചു വിട്ടു എന്ന് പറഞ്ഞാൽ അവൾ അവിടുത്തെ അംഗമായി എന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായി ഞാൻ പറഞ്ഞു? അപ്പൊ വേറൊരു ഉദാഹരണം കൂടെ പറയാം. എന്റെ പെങ്ങളെ മർത്തമായി കെട്ടിച്ചു വിട്ടു. ഞാൻ ഇന്നുവരെ എന്റെ പെങ്ങൾക്ക് കുർബാന കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം തൽക്കാലം. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഓരോ അച്ഛന്മാർക്കും ഓരോ സാഹചര്യങ്ങളിൽ. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച് തമ്മിലാണ് ബേസിക് കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ 3 എക്യുമെനിക്കൽ സിനഡ്സ്, നൈസിയ, കോൺസ്റ്റാന്റിനോപ്പിൾ ആൻഡ് എഫേസോസ്, ഇത് അംഗീകരിക്കുന്നവരാണ് ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ച്. അതിനുശേഷം കത്തോലിക്ക സഭയും ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയും കൂടെ കുറച്ചു നാൾ മുന്നോട്ട് പോയി 1064 വരെ ഗ്രേറ്റ് സ്കിസം ഉണ്ടാകുന്നിടം വരെ അവരൊന്നിച്ചായിരുന്നു. പിന്നീട് അവരങ്ങനെ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവുമായിട്ടുള്ള തിയോളജിക്കൽ ഡിഫറൻസിൽ ഇങ്ങനെ മുന്നോട്ട് പോയതാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. പിന്നീട് ഉണ്ടാകുന്ന ഈ റിഫോർമേറ്റീവ് മർത്തോമാ CSI എന്നൊക്കെ പറയുന്ന റിഫോർമേഷന് ശേഷം ഉണ്ടാകുന്ന അപ്പോസ്തോലിക സഭകൾ എന്ന് ക്ലെയിം ചെയ്യുന്നവരാണ് അവരെ. നമ്മളുടെ സഭ ഇപ്പൊ അത് അംഗീകരിക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കാം, എല്ലാം മനുഷ്യരല്ലേ, എല്ലാം സഭയല്ലേ, എല്ലാം ഒന്നല്ലേ, ക്രിസ്തു യേശുവിലല്ലേ എന്നൊക്കെ ചോദിക്കാം. നമുക്കത് കേൾക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കേട്ടോണ്ടിരുന്നത്, മറുപടി പറയാതിരുന്നത്. ഓക്കെ. ഇവിടെ തന്നെ ചാറ്റിൽ എന്നാ കാണുന്നേ? രക്ഷിതാവായ ഉത്തരാജയമുള്ള ശ്രീവായാൽ ഞങ്ങളെ മനസ്സുകൊള്ളണം. യേശുദ്ധമുള്ള റൂഹാശുദ്ധമുള്ളതിന് കൂടി ഇരിപ്പിന് ഫലങ്ങളായി ചമച്ചുകൊള്ളണം. ദൈവമായ കർത്താവേ, നേരൊക്കിലും കാലൊക്കെ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ അറിവ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. സർവവാസം കൂട്ടായ്മയും ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ വേദപഠനത്തോടും പ്രത്യേകിച്ച് കർത്താവ് വേറെ പിരിഞ്ഞ ദൈവസേന വന്നിരിക്കുന്ന യോശുവാസിന്റെ ആത്മാവിനോടും തുറന്നു നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാത്തിനോടും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.